ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കട്ടങ്കല്ലക്കിന്റെ കച്ചോടം, പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കട്ടങ്കല്ലക്കിന്റെ കച്ചോടം. അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി, അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി, പെണ്ണ് ജീവിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്, ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാനേ. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി ആരാര് പണ്ടൊരു ചെണ്ട. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി ആരാര് പണ്ടൊരു ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ കോലു കൊണ്ടുണ്ടാക്കി ആരാര് പണ്ടൊരു ചെണ്ട. ചെണ്ട പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട, തോളത്ത് തൂങ്ങുന്ന ചെണ്ട. പഞ്ചാരി പാണ്ടിയും പാടുന്ന ചെണ്ട, തോളത്ത് തൂങ്ങുന്ന ചെണ്ട. കോട്ടു പിടിക്കാനലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. കോട്ടു പിടിക്കാനലറുന്ന ചെണ്ട, പട്ടണം ചുറ്റുന്ന ചെണ്ട. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ, എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ, എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നാലാള് കൂടുമ്പോ നാണിച്ചിരിക്കാതെ നർമ്മം വിതയ്ക്കുന്ന ഫ്രണ്ടാ. നർമ്മത്തിൽ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും അറിവുള്ള നെറിവുള്ള ഫ്രണ്ടാ. നർമ്മത്തിൽ മർമ്മം കുറിക്കാനും കർമ്മം നടത്താനും
ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. പിന്നീട് ബോധം വരും നേരം ബോധത്തെ ഓർത്തൊന്നും ഖേദിച്ചിരിക്കുന്ന ഫ്രണ്ടാ. നാടൻ പാട്ടുകൾ ചേലില് പാടണ ഇവനെന്റെ നല്ലൊരു ഫ്രണ്ടാ. എന്നു ചിരിക്കുന്ന ഫ്രണ്ടാ, എണ്ണക്കറുപ്പുള്ള ഫ്രണ്ടാ. ഈ മണിയന്റെ നല്ലൊരു ഫ്രണ്ടാ, ഇവനെന്റെ നല്ലൊരു ഫ്രണ്ടാ. ഇവനെന്റെ നല്ലൊരു ഫ്രണ്ടാ, നിങ്ങളും നല്ലൊരു ഫ്രണ്ടാ, നിങ്ങളും നല്ലൊരു ഫ്രണ്ടാ, നിങ്ങളും നല്ലൊരു ഫ്രണ്ടാ, നിങ്ങളും നല്ലൊരു ഫ്രണ്ടാ, നിന്നാരും നല്ലൊരു ഫ്രണ്ടാ, എല്ലാരും നല്ലൊരു ഫ്രണ്ടാ, എല്ലാരും നല്ലൊരു ഫ്രണ്ടാ. എടിയേ 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 എന്നാടി എനിക്കറിയാം നീ എന്നോട് എന്നാ പിണങ്ങിയിരിക്കുന്നതെന്ന്. പിന്നെ പിണക്കം ഇല്ലായിരിക്കുന്ന എങ്ങനെയാ? ആ. എനിക്ക് ടൈഫോയിഡ് എലിപ്പനിയും കൂടെ വന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴേ നീ എന്നെ വന്നൊന്ന് തിരിഞ്ഞു നോക്കിയോ? എന്റെ അടി എനിക്ക് തിരിഞ്ഞു നോക്കാൻ മേലായിരുന്നടി. ഉം. ഞാൻ പെടലി വിളിക്ക് നിന്റെ അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു. നോക്കണ്ടേ, എന്നാലല്ലേ കാണത്തുള്ളൂ. ഈശ്വര, എന്ത് മുടി ഉണ്ടായിരുന്നു, നിന്റെ മുടി കണ്ടമാനം പോയല്ലോ. അയ്യോ, ഇത് ഞാൻ സ്പോക ചെയ്തതല്ലയോ? കോപോ ആ. നല്ല ഫാഷൻ. എന്നാ പിന്നെ നിനക്ക് ഇതുപോലെ ബോംബിങ് ചെയ്യാൻ മേലായിരുന്നു. എന്നാത്തിനാ? അഫ്ഗാനിസ്ഥാൻ യുദ്ധം തുടങ്ങിയ പിന്നെ എല്ലാവർക്കും ഈ ഫാഷൻ അല്ലേ. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുകയും ചെയ്യും, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബൾബ് കത്തുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിന്റെ ഭർത്താവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അത് എന്റെ കാര്യമൊന്നും പറയാതിരിക്കോ ഭേദം. അങ്ങേർക്ക് ഇപ്പൊ കമ്പനിയിൽ സ്കിറ്റ് അല്ലയോ? സ്കിറ്റോ ആ. എന്ന് വെച്ചാ ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച രാത്രി. എന്നാത്തിനടിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, നിന്റെ ചില സമയത്തെ വർത്താനം കേട്ടാ നമ്മള് ചിരിച്ചു ചിരിച്ചു മണ്ണും കല്ലും കൂപ്പിച്ചിലും എല്ലാം കപ്പും. എന്റെ എടി, ഒരാഴ്ച നൈറ്റും അടുത്ത ആഴ്ച രാത്രിയായിട്ട് മടക്ക് മടക്കെന്ന് മറിഞ്ഞു വരുന്നല്ലേ. അതിന് പറയുന്നത് സ്കിറ്റ് എന്നല്ല, പിന്നെ എന്നതാ? ലിഫ്റ്റ്. ഇംഗ്ലീഷ് നല്ല വശയില്ലല്ലേ, വല്ലപ്പോഴും മാത്തമാറ്റിക്സ് പഠിക്കണം. ഓ, ദൈവമേ, നല്ല പട്ടുസാരി. ഈശ്വര, നല്ല രസമുണ്ട്, നല്ല ഇഷ്ടപ്പെട്ടു. ബോർഡർ. പിന്നെ എവിടുന്ന് മേടിച്ചതാ? ഇത് കോട്ടയം അയ്യപ്പാസിന് വാങ്ങിയതാ. അതിന് മുറുക്കാൻ കടയല്ലേ? യോ, പുറത്തു നോക്കുമ്പോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. ആണോ? അകത്തോട്ട് കയറി പുറത്തേക്ക് നോക്കുമ്പോ ഒരു വലിയ കട കാണാം. ഏത്? ചെളിമൂട്ടിൽ സിൽക്ക് ഹൗസ്. കണ്ടോ? പിന്നെ 2 പ്രാവശ്യം കണ്ടു. എടി, ഇന്നാള് ഞാൻ അയ്യപ്പാസി കയറി കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് എടുത്തിട്ട് വെളിയിൽ വന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ അയ്യപ്പാസ് കണ്ട്. ആരേലും കാണുവോ? കുറച്ച് അപ്പുറത്തോട്ട് മാറി എന്ന് നോക്കിയ ഷീമാട്ട് കാണത്തില്ലായിരുന്നോ? ഇത്ര പൊക്കല്ലേ ഉള്ളു, നമുക്ക് എത്താൻ നേരത്തല്ലേ നോക്കാൻ പറ്റുള്ളൂ. ആ, അത് പറ. എടി, അയ്യോ, എന്നതാ? അയ്യോ, അത് ഞാൻ എപ്പോഴെങ്കിലും വേണ്ടെന്നാ പറയുന്നേ. ശോ, അതല്ല. പിന്നെ അയ്യോ, കാര്യം പറഞ്ഞോണ്ട് നിന്നപ്പോ കമ്മല് കണ്ടില്ല കേട്ടോ. ഇതെവിടെ നടി? ഞാൻ വന്നപ്പോ മുതൽ കുലുക്കുന്നതാ, നീ ഇപ്പൊ നോക്കുന്ന് ഓർത്ത്. അയ്യോ, കണ്ടില്ല കേട്ടോ. ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതെവിടുന്നാ? ഭീമന്റെ ജ്വല്ലറി. എത്രയുണ്ടടി? 56 ക്യാരറ്റ്. നിന്റെ നല്ല രസമുണ്ട്, മുത്തുക്കട പോലെ ഉണ്ടല്ലോ. ഇത് 56 ക്യാരറ്റ്. അതെത്രയുണ്ട്? ഓ, ഞങ്ങളൊക്കെ പാവങ്ങളല്ലയോ. ആ. ഇത് 32 ബീറ്റ്റൂട്ടേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, നീ എന്നാ എന്റെ ഈ കൊച്ചു സ്മോൾ ഭവനത്തിലേക്കൊക്കെ ഇറങ്ങിയത്? നിന്നെ ഒന്ന് കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ 2 ചുമന്നുള്ളിയും കൂടെ ചോദിക്കാന്ന് വിചാരിച്ചു. അയ്യോ, നീ ഉദ്ദേശിക്കുന്ന ഈ ഒരുതരം റെഡ് ഒനിയൻ ആണോ? അതെ, റെഡ്. റെഡ് ഒനിയൻ ഇല്ലടി, വൈറ്റ് ബനിയ മതിയോ? ഓ, തൽക്കാലം അത് മതി. ഞാൻ എന്നാ പിന്നെ ചുമന്ന പെയിന്റ് അടിച്ചെടുത്തോളാം. ആണോ? ആ. എന്നാ പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അകത്ത് കയറി എടുത്തോണ്ട് പോയാ പോരെ. എടി, ഒന്നുമില്ലല്ലോ, നമ്മൾ ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ എടി. ഇപ്പൊ നീ അതൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ കയറി അതെടുത്ത് ഇതെടുത്ത് അപ്പുറത്തെ മറിയാമ്മയോട് പറഞ്ഞു കൊടുക്കാനല്ലേടി. ആരാടി മറിയാമ്മയോട് പറഞ്ഞേ? നീ പറഞ്ഞു കൊടുത്തു. ഞാനാണോടി പറഞ്ഞേ? നീ പറഞ്ഞില്ലേ? ഞാനാണോടി പറഞ്ഞത്? അതെ. നീയാണോടി മറിയാമ്മയോട് ചെന്നേച്ച് പറഞ്ഞോടി എന്റെ നാക്കിന് 2 ഇഞ്ച് നീളം കൂടുതലാണ്? 2 ഇഞ്ച് നീളം ഉണ്ടായിട്ടല്ലേ പറഞ്ഞു? ആ, നീളം എടി, നീ ഒറ്റ എടുത്തല്ലേ പറഞ്ഞേ? ഞാൻ കൊട്ടടക്ക പോലെ ഇരിക്കുന്ന നീ പറഞ്ഞു. ഒട്ടടയ്ക്കായിരിക്കുന്ന പോലെ പറഞ്ഞത് ആണോ? ആ. എടി, നിന്റെ സ്വഭാവത്തെ കുറിച്ചൊന്നും പറയണ്ട. എടി, നീ ഒറ്റ ഒരുത്തി കാരണല്ലേടി സൂര്യനെല്ലി കേസ് ഉണ്ടായത്. ആ, ഞാൻ ഒറ്റ ഒരുത്തുകാരന് സൂര്യനെല്ലി കേസുണ്ട്. ആ. അതുകൊണ്ട് എന്നതാ, ആ. ഞാനിപ്പോ വേൾഡ് ഫേമസ് ഓ, ആയില്ലേ. ഇങ്ങനെ ഫേമസ് ആകാതിരിക്കുന്നത് ആ വേദം. എടി, നിനക്ക് നന്ദിയുണ്ടാ? ദേ, നന്ദി. നന്ദിയുടെ കാര്യം മിണ്ടി പോവരുത്. എന്താടി? നിന്റെ കൊച്ചിന് സുഖമില്ലാണ്ട് ആ. 50 ഉറുപ്പ്യ ചോദിച്ച് നീ എന്റെ വീട്ടിൽ വന്നു. ആ. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു 2 രൂപ 50 പൈസ വാങ്ങിച്ചു എടി, തന്നില്ലേ? 1 രൂപ 50 പൈസ അടി തന്നു. 1 രൂപ 50 പൈസ. അത് പോരെ. എടി, നിനക്ക് നന്ദിയുണ്ടോ? നന്ദി. നിനക്ക് കടപ്പാടുണ്ടോ? കടപ്പാട്. എടി, നിന്റെ കെട്ടിയോൻ ദേ, എന്റെ കെട്ടിയോനെ വല്ലതും പറഞ്ഞാ ചവിട്ടി ഞാൻ. എടി, നിനക്ക് നന്ദിയുണ്ടോ? എടി, നിന്റെ കെട്ടിയോൻ ഏത് രാത്രി വന്ന് വിളിച്ചാലും ഇറങ്ങിച്ചെല്ലാൻ
അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിലെ കുള്ളനായ അപ്പുവിനെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച മിസ്റ്റർ സന്തോഷ്, പത്മശ്രീ കമലഹാസന്റെ ഔവൈ ഷൺമുഖി എന്ന ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രത്തെ സിനിമയുടെ യാതൊരു സാങ്കേതിക വശങ്ങളുമില്ലാതെ പച്ചയായി വേദിയിൽ അവതരിപ്പിക്കുന്നു. പ്രിയ കലാപ്രേമികളെ, ആൾ കേരള പിച്ചച്ചട്ടി യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ച് ഫുട്പാത്ത് പ്രദേശ് ഡ്രാമയും ബാലയും കൂട്ടിക്കുഴച്ചൊരുക്കുന്ന ഒരു പുതിയ കലോപലഹാരമാണ് ഈ ഡ്രാലെ. ഈ ഡ്രാലയുടെ പേര് പാഞ്ചാലി സ്വയം മാരേ. ഇതിലെ പിച്ചപാത്രങ്ങളും ക്ഷമിക്കണം കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും. സംഗീതം വയറ്റത്തടി വാസവൻ. ഗായകർ ഊമവേലായുധൻ ആൻഡ് പൊട്ടി ഭാർഗവി. മേക്കപ്പ് ലപ്രസി ലംബോദരൻ. വസ്ത്രാലങ്കാരം കുളിക്കാത്ത കുഞ്ഞപ്പൻ. രംഗപടം അൽകുൽത്തു സുജാതൻ. നിർമ്മാണം പെറുക്കി വറുക്കി. പിച്ചക്കാരൻ പപ്പച്ചൻ. ആദ്യത്തെ അമ്മ എന്ന സൈറം മുഴങ്ങുമ്പോൾ ഈ മൈതാനത്തുള്ള എല്ലാ അലവലാതി വിളക്കുകളും അടച്ചു തരേണ്ടതാണ്. രണ്ടാമത്തെ അയ്യാ എന്ന സൈറൻ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. മൂന്നാമത്തെ എന്ന സൈറനിൽ റാലി ആരംഭിക്കുന്നു. കുളിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, തുണി നനക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, സോപ്പും ഷാമ്പുവും തേച്ചു കുളിച്ച് സ്മെല്ല് കളയാൻ മനസ്സില്ല, സ്മെല്ല് കളയാൻ മനസ്സില്ല. പാഞ്ചാല രാജ്യത്ത് പാഞ്ചാലിയുടെ ഡാഡി കിങ്ദ്രുപതിനിതാ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എഴുന്നള്ളുന്നേ. അമ്മ ആരെവിടെ? അയ്യാ ഞാനിവിടെ. താനെവിടെ? ഞാനിവിടെ. വാടോ എവിടെ? വന്നു. എന്റെ വടി എവിടെ? വടി ഇവിടെ. അതിന്റെ പിടി എവിടെ? പിടി ഇവിടെ. ബെല്ലെവിടെ? ബെല്ല് കൂടെ. എടോ ഫടോ. എടോ പോടോ എന്ന് വിളിച്ചാലുണ്ടല്ല, രാജാവാണെന്ന് ഞാൻ നോക്കൂല, കയ്യിലിരിക്കണ കുന്തം കൊണ്ട് ഞാൻ കുത്തും. എടോ പോടോ നല്ലടോ, സ്നേഹം കൊണ്ട് വിളിച്ചതല്ലേ എടോ ഫടോന്ന്. എടോ ഫടോ,
നമ്മുടെ മകള് പാഞ്ചാലിക്ക് നമ്മുടെ മകൾ പാഞ്ചാലിക്ക് സംഗതി സത്യമായിരിക്കും. പക്ഷെ നാട്ടുകാർ എന്ത് വിചാരിക്കും? നമ്മുടെ മകൾ പാഞ്ചാലിയെ കല്യാണം കഴിക്കാൻ വരുന്ന ഒരൊറ്റ തെണ്ടിക്ക് പോലും നമ്മൾ വിചാരിക്കുന്ന യോഗ്യതയില്ലല്ലോ. യോഗ്യത ഉള്ളവർ തന്നെ ഇവിടെ കുന്തവും പിടിച്ച് നിക്കണ്. അത് കാണാൻ തെണ്ടിക്ക് കാണണം. അല്ല, യോഗ്യത ഉള്ളവരൊക്കെ വന്നിട്ട് കുന്തവും വിഴുങ്ങി പോയെന്ന് പറഞ്ഞതാണ്. കേട്ട് കേട്ടാ പേട പേട. ആരാണത്? പ്രഭോ, ഓ, നമ്മുടെ മകള് പാഞ്ചാലിയുടെ സ്വയം മാരേജിന് വന്ന വാനരന്മാരാ. വാനരന്മാരാ? അല്ല, വരന്മാരാ. ആ, വരന്മാര് ആരാണെന്ന് നോക്കാം. നോക്കിട്ട് വരാ. പ്രഭോ, പാണ്ഡവന്മാരാ. പാണ്ഡവന്മാരാ. നോ, യെസ്. പാണ്ടുള്ള ഒരൊറ്റ തെണ്ടിക്ക് പോലും എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കില്ല. നോ. എന്തിനാണ് ഈ നോ? വെറുതെ ഒരു നോ. പ്രഭു, പാണ്ഡവരെന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവരെന്ന് അർത്ഥം. ഓ, പഞ്ചപാണ്ഡവർ. ഇത് 2.5 ഉള്ളു. താത്തിയിട്. എങ്കിൽ ആരാണെന്ന് നോക്കി ഓരോരുത്തരെ കടന്നു വരാൻ പറയൂ. ഓരോരുത്തരായി കമാൻ. നാട് വിട്ട് കള്ളവണ്ടി കേറി വന്ന ഊരുതെണ്ടി ധർമ്മക്കാരൻ ധർമ്മജന്റെ ധർമ്മപുത്രരായി. അയ്യേ, അതെന്താണ്? കുതിരപ്പുറത്താ വന്നത്. അപ്പൊ സ്റ്റാൻഡ് ഇട്ടതാ? കുതിരക്ക് സൈക്കിളിന്റെ ബോഡി കയറ്റിയൊക്കെയാണ്. പ്രഭോ, എന്തോ? ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? പാഞ്ചാലിനെയാ? ആ. ഈ വലിയ കൊലക്കല് കഴിഞ്ഞിട്ട് കാണിച്ചു തന്നാ പോരെ? കണ്ടാ കൊള്ളായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മതി. ഓക്കെ, അടുത്ത ആള് കടന്നു വരട്ടെ. എല്ല് പോലെയാണ് രൂപം എന്നാൽ പോലും മസിൽ പൊക്കി ഭീമനായി മാറിടുന്നു എല്ലൻ സോമനും. ഇയാക്കെന്നാ മുമ്പിലും പിമ്പിലും ഗതയാ. ഭീമന. ഈ ഗതയുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പുറകിലൊരു ഗത. അടുത്ത ആള് കടന്നു വരട്ടെ. വന്നോട്ടെ. തല്ല് കേസിൽ പെട്ട് പണ്ട് പല്ല് പോയി എല്ലൊടിഞ്ഞ് വില്ല് പോലെയായ മല്ലൻ അർജുനനായി. ഇതാരാണ്? അർജുനൻ. താമരയുടെ സ്വഭാവക്കാരനാ. താമരയുടെ സ്വഭാവം? അതെ, 24 മണിക്കൂറും വെള്ളത്തിലാ. അടുത്ത ആള് കടന്നു വരട്ടെ. നകുലനായി വേഷമിടും തെണ്ടക്കാരൻ തെണ്ടുൽക്കർ നിന്ന നിമില് 100 അടിച്ചാൽ പിമ്പിരിയാകും. ഇതെന്താണ്? ഇപ്പൊ പോയത് വാള്, വന്നത് നകുലൻ. നകുലാമ്പെന്ന് വിളിക്കും. നകുല അമ്പല? അതെ, അതും 24 മണിക്കൂർ വെള്ളത്തിലാ. പഞ്ചപാണ്ഡവന്മാര് 4 പേരുള്ളൂ, 5 പേരുണ്ടാവില്ല. വരും വരും. അടുത്ത ആള് കടന്നു വരട്ടെ. ബച്ചനെന്ന് പേരിട്ടിട്ടും കൊച്ചനായി നിന്ന് പോയ പിച്ചക്കാരൻ കൊച്ചനിയൻ പാഞ്ഞു വരികയാ. എവിടെ കാണുന്നില്ലല്ല. വരും വരും. അതേ, പഞ്ചപാണ്ഡവരെന്ന് പറഞ്ഞിട്ട് ഇത് 4.25 പാണ്ഡവന്മാരിലുള്ളൂ. ഇത് 4 പഞ്ചപാണ്ഡവരും ഒരു പിഞ്ചു പാണ്ഡവനും. ഇത് പാണ്ഡവരുടെ തയ്യ. വളർച്ച കുറവാണല്ലോ, വളമൊന്നും ഇട്ട് കൊടുക്കണില്ലേ? 2. നിങ്ങളൊക്കെ സ്വയം മാരേജിന് തയ്യാറായി വന്നവരാണല്ലേ? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. രാജ്യം? 0. അങ്ങനെ ഒരു രാജ്യമുണ്ടോ? ആദ്യം രാജ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ 0. ഓഹോ. നിങ്ങളുടെ അമ്മ? അത് സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയല്ലേ? ആ അമ്മയല്ല ഞാൻ ചോദിച്ചത്. അമ്മ. ഞങ്ങളുടെ അമ്മ കുന്തി. ഇയാൾ ആരാണ് ഉന്തിയത്? പ്രഭു, ആരും ഉന്തിയതല്ല. ഞങ്ങളുടെ അമ്മയുടെ പേര് കുന്തി. കുന്തി. അമ്മയുടെ പേര് കൂയില് തുടങ്ങി നന്നായി, ചായയിലാറ്റ തുടങ്ങി. അടിക്കല്ലേ അവിടെ. നിങ്ങളുടെ അച്ഛൻ? ഞങ്ങൾ 5 പേർക്കും 5 അച്ഛന്മാരാണ്. 5 fathers. അമ്മയ്ക്ക് എന്താ സെമിനാരിയിലാണോ പണി? വേണ്ട വേണ്ട. അടിച്ചു തകർക്കട്ടെ ചേട്ടാ, ഞാൻ ഇവന്റെ വേൾഡ് സെന്റർ. നമ്മുടെ കൊട്ടാരത്തിൽ വന്ന് നമ്മുടെ വേൾഡ് സെന്റർ തകർക്കാനാ. അവന്റെ പെൻഡകം ഞാൻ കുത്തിപ്പൊട്ടിക്കും. ഞാൻ പറയാം. ഞങ്ങളുടെ അമ്മ ഓരോരോ ദേവന്മാരെ മനസ്സിൽ ഓർത്തപ്പോൾ ഞങ്ങൾ ഓരോരുത്തരുണ്ടായി. മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഫാമിലി ഉണ്ടായിരുന്നോ? അതെ അതെ, ഈ ഓർത്തഡോക്സ് ഫാമിലി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവര്. സൈലൻസ്.
ഞങ്ങളുടെ അമ്മ യമധർമ്മദേവന്റെ മനസ്സിൽ ഓർത്തപ്പോൾ യുധിഷ്ഠിര ചേട്ടനുണ്ടായി. ശാപം. പിന്നീട് അമ്മ ഭീമേട്ടനെ പ്രസവിച്ചത് ഭീമാ ജ്വല്ലറിന്റെ ഉടമേനെ ആലോചിച്ചപ്പോഴായിരിക്കും. അല്ല, ഏ? വായുദേവനെ. ഓഹോ അപ്പൊ ഈ ശരീരം നിറച്ച് ഗ്യാസ് ആണല്ലേ? എന്താ പുതിയൊരു കണക്ഷൻ വേണോ? വേണ്ട, ഞങ്ങള് കരിയടപ്പിലാണ് പാകം ചെയ്യാറ് അല്ലേ? അടിച്ചു തകർക്കട്ടെ ചേട്ടാ ഞാൻ ഇവന്റെ തലവണ്ട. അടങ്ങ് ഭീമ, അടങ്ങ്. ഇല്ലെങ്കിൽ നടുവേലങ്ങും. ഓടാ. ഇനി ഞാനൊന്ന് പറയാം. എവിടെ എവിടെ ശബ്ദം? ഇവിടെ ഇവിടെ ആ, ആ, ആ. ഞങ്ങളുടെ അമ്മ ഇന്ദ്രനെ മനസ്സിൽ ഓർത്തപ്പോഴാണ് ഇന്ദ്രൻസ് ഉണ്ടായത്. അല്ല ഈ നിൽക്കുന്ന അർജുനൻ ചേട്ടൻ ഉണ്ടായത്. ആണോ? ആ അപ്പൊ നകുലന അത് അമ്മ ആരെ ഓർത്തെന്ന് അമ്മ തന്നെ മറന്നുപോയി. ആണ്. അപ്പൊ നകുലന്റെ അച്ഛന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് പേര് എഴുതും? തൽക്കാലം എൻക്വയറി എഴുതിക്കോ. എൻക്വയറി അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഇത് ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഉണ്ടായത് അമ്മ മനസ്സിൽ. ചൊറിത്തവളനെ വിചാരിച്ചപ്പോഴായിരിക്കും. അതെ, ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നാലുണ്ടല്ലോ കാക്ക ഒത്തിക്കൊണ്ടു മറിച്ചിട്ട് ഞാനൊന്ന് ഗുണിച്ചാലുണ്ടല്ലോ നിന്റെ ശിഷ്ടം പോലും ബാക്കിയാണല്ലേ ശാപമേ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാനും ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ. ജനിച്ചു എന്ന് പറഞ്ഞു, വളർന്നു എന്നാറ്റെ പറഞ്ഞാല് കുത്തിയാൻ കകക്കിട്ട് കൊടുക്കും തെണ്ടി. ജനിച്ച് വളർന്നു. അതെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ടൈം ഈസ് വെരി ഓവർ. ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ കാണിക്കണം. വേണമെന്നില്ല. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചാ പോരെ? മതി, മതി, ആ. മതി. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ആദ്യം നിങ്ങളിൽ നിന്നും ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടി കോടീശ്വരൻ മാതൃകയിലാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ. ആരംഭിക്കാം. ആരംഭിക്കാം. കമ്പ്യൂട്ടർ ലോക്കരേഖ. കമ്പ്യൂട്ടർ ലോക്ക്. വ്യക്തി വൈരാഗ്യം ആരംഭിക്കുന്നു. ഞാനൊരു മലയാളിയാണ്, സിനിമാ നടനാണ്, തമിഴിലും മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്. കല്ല് വെച്ചറിയുന്നതാ പുല്ലേ? കല്ലല്ല പ്രഭു, പല്ലാണ്. പല്ല്, വെപ്പ് പല്ല്. സ്വന്തം പല്ല് സൂക്ഷിക്കാൻ പോലും അറിയില്ല ഭീമ. ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ ഡോർ. പ്രഭു ശവ തുപ്പൽ ഇവിടം വരെ തെളിച്ചു. ഒരു ക്ലൂ തരാം. വ്യക്തി വൈരാഗ്യം തുടരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ജായിൽ ആരംഭിക്കുന്നു, അമ്മിൽ അവസാനിക്കുന്നു. ജാം. ജാം എന്നൊരു പേര് ഒരൊറ്റ കുത്തിയാന്നുണ്ടല്ലോ വൃത്തിയായിട്ട്. വ്യക്തി വൈരാഗ്യം വീണ്ടും തുടരുന്നു. ഇനിയൊരു ക്ലൂ കൂടി തരാം. ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സിനിമാ നടിയാണ്. ദിലീപ് വാര്യർ. ഒരാളുടെ പേര് ചോദിച്ചാൽ രണ്ടുപേരുടെ പേര് പറയാമോ? അവരിപ്പോ ഒന്നായിടോ. വ്യക്തി വൈരാഗ്യം വീണ്ടും തുടരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ രണ്ടക്ഷരം കൂട്ടിച്ചേർത്താൽ ജയ് എന്നാരംഭിക്കും. ജയ് ഹനുമാൻ. ഹനുമാന്റെ തന്തേ. അവസാനമായിട്ട് ഞാൻ ഒരു ക്ലൂ കൂടി തരാം. നോ, ഇനി കൊടുക്കരുത് പ്രഭു. കുറെ നാളായില്ല ഞാൻ കുന്തം പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരു ക്ലൂ എനിക്ക് താ. ആണോ? നിനക്കുള്ള ക്ലൂ ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാ കൊടുത്തോ. അവസാനമായി ഈ നടൻ നാറാണത്ത് പ്രാർത്ഥന പോലെ ഇരിക്കുന്ന ആളല്ലേ? മനസ്സിലായി? ജയറാം. മിസ് അർജുനൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ഈ സ്വയം മാരേജ് സീറ്റിൽ വന്നിരിക്കാം. അയ്യോ ദൈവമേ, അയ്യോ, ലോക്കായി. കൈ തമ്മിൽ ലോക്കായി. നമുക്ക് കൈ കൊടുക്കാൻ പാടില്ല എന്ന് അറിയില്ലേ? അഴിച്ചു വിട്ടു. മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുന്നതായിരിക്കും. ആരംഭിക്കാം. ആരംഭിക്കാം. അയ്യപ്പന്റെ അമ്മ ചുട്ടത് എന്തപ്പമായിരുന്നു? എ നെയ്യപ്പം, ബി ഇടിയപ്പം, സി കുഴലപ്പം, ഡി വട്ടയപ്പം. വിച്ച് കോട്ടയം അയ്യപ്പാസ് അമ്മാസ് ചുട്ടപ്പാസ് എന്തപ്പാസ് വട്ടയപ്പാസ് ഇടിയപ്പാസ് നെയ്യപ്പാസ് കുഴലപ്പാസ്? വീരപ്പാസ്. വീരപ്പാസ്. ശരിയാണ്. അടുത്തതായി ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. സുരേഷ് തിരിഞ്ഞു നോക്കിയപ്പോൾ മുറ്റത്ത് കണ്ട പക്ഷി ഏതാണ്? എ കാക്ക, ബി താത്ത, സോറി തത്ത, ഡി മൈന, സി ചൈന. കാക്കാസ്, താത്താസ്, ചൈനാസ് ആൻഡ് മൈനാസ്. ഇതൊരു മാതിരി മൈ. ശരിയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ പടപടാന്ന് ഉത്തരം പറയണം. തുടങ്ങാം. തുടങ്ങാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് പടപടാ. ഏ? പടപടാ. ദാ, പടപടാ. കുത്തിക്കാൻ നിങ്ങളല്ലേ പറഞ്ഞ പടപടാന്ന് ഉത്തരം പറയാൻ? വളരെ വേഗത്തിൽ ഉത്തരം പറയണമെന്നാണ് പറഞ്ഞത്. തുടങ്ങാം. തുടങ്ങാം. ഇന്ത്യക്ക് 1947 മുമ്പ് നമ്മൾ ഭരിച്ചിരുന്നത് വെള്ളക്കാർ. ഇപ്പോൾ ഭരിക്കുന്നത് കൊള്ളക്കാർ. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് പിച്ചക്കാർ. Very good.
അയ്യ! അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. അമേരിക്കക്കാർ ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു പട്ടിയാണ് കയറ്റി വിട്ടത്. ഇതിൽ നിന്നും നാം എന്ത് മനസ്സിലാക്കുന്നു? പൊക്കി വിടാൻ ആൾക്കാരുണ്ടെങ്കിൽ ഏത് പട്ടിക്ക് മുകളിലെത്താന്ന് മനസ്സിലായി. മിസ് അർജുനൻ, നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരിയാണ്. നമ്മുടെ മകൾ പാഞ്ചാലിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. വില്ല് കൊലക്കണ്ടേ? വില്ല് കൊലക്കലേക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പാഞ്ചാലിയെ വിളിക്കട്ടെ. ആ പാഞ്ചാലി ഒന്ന് കാണാൻ പറ്റോ? അതല്ലേ വിളിക്കാൻ പോണത്. വിളിക്കൂ. മോളെ പാഞ്ചാലി. ലഗേജ് താഴെ പോയി. ഭൂമി കുലുങ്ങിയോന്നൊരു സംശയം. അതെ, ഇത് ഒരാളാണോ? എന്ത് ഒരാളെ ഉള്ളോ? ഒരാളാണോന്നോ? പഞ്ചപാണ്ഡവന്മാർ 5 പേരില്ല. ആ സൈസിന് ഒരു സാധനപ്പുറത്തും വേണ്ടേ മോനെ? അതെ. ചടങ്ങുകൾ ആരംഭിക്കട്ടെ. പാഞ്ചാലി സ്വയം മാരേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാണ്ഡവർ അർജുനൻ ഇന്നൊരു സമ്മാനം കിട്ടി അമ്മേ എന്ന് പറയുന്നു. കിട്ടിയത് എന്താണെങ്കിലും നിങ്ങൾ 5 പേരും തുല്യമായി വിധിച്ചോളൂ എന്ന കുന്തിയുടെ ആജ്ഞയിൽ പാഞ്ചാലി 5 പേർക്കും ഭാര്യയായി തീരുന്നു. ശേഷം രംഗം 2, പാണ്ഡവാസ് ഹൗസ്. ഡാർലിംഗ്, ഓ മൈ ഡാർലിംഗ്, പോകാം ഊട്ടിക്ക് പോകാം, ബോംബെയും ഡൽഹിയും കാണാം, താജ്മഹൽ കണ്ടിടാം, കരളയൻ കൂടെ പോന്നാൽ ഓൾ ഇന്ത്യ മുഴുവൻ കാണാം. ചേട്ടാ, എനിക്ക് വളരെ ത്രില്ലായി. സകല മൂടും പോയി. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ത്രില്ലാവുന്ന എനിക്ക് മനസ്സിലായോ? നിങ്ങൾ അങ്ങനത്തെ ടൈപ്പാ? അതല്ല ചേട്ടാ, പിന്നെ എനിക്ക് ഊട്ടിക്ക് പോവാൻ ത്രില്ലായി എന്നാ പറഞ്ഞത്. എടി, ഊട്ടി പോകണ്ട വീട്ടിക്ക് റെഡി എന്തോ നാടി, നനക്ക് ഹസ്ബൻഡ് ഒന്നല്ല 5 മെമ്പേഴ്സ് ആടി, എൻ തമ്പി വെറുതെണ്ടി സൂര്യനെല്ലിലെ മുഖ്യമതി, ഇവനെ നമ്പ്യാൽ ലൈഫ് ടേക്കർ. എടി നിന്നെ കെട്ടിയ നല്ല കെട്ടിയ ഫ്രണ്ടിൽ നിൽക്കണടി. കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിട്ടി പഞ്ചാലി എന്നെ മാത്രം കെട്ടിപ്പൂടിടി, കെട്ടിപ്പൂട്ടി കെട്ടിപ്പൂട്ടിട്ടി കൊണ്ടാട്ടി ഭീമേട്ടനെ കെട്ടിപ്പൂടിടി. പാഞ്ചാലി വായൻ പാഞ്ചാലി വാ, ടച്ചിങ് സീനായി അല്പം അച്ചാറുതാ. അയ്യോ, ഇങ്ങനെ മങ്ങനെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ പെൺകിളി നീ ഇക്കരേക്ക്, അല്ലെങ്കിൽ എന്നെ ഒന്ന് അക്കരേക്ക്, എന്നിട്ട് ഹൊയിലമാലി നമുക്ക് ലൈസമാലി, ഹൊയിലമാലി നമുക്ക് ലൈസമാലി. അയ്യോ, വൃത്തികെട്ടവനെ ജ്യേഷ്ഠന്മാരുടെ മുമ്പിൽ വെച്ചാണോടാ കിസ് അടിക്കുന്നത്? ഈശ്വര, ഇതെന്തൊരു എക്സാമിനേഷൻ. ഈ പാണ്ഡവന്മാരെ കൊണ്ടുള്ള മേട് ഇതിപ്പോൾ വല്ലാത്ത പാട്. ഞാൻ എല്ലാവർക്കും തുല്യോണെന്ന് എഴുതി വച്ചല്ലോ മുതുക്കി തള്ളാം. ഇത്ര വല്ലാത്ത ശല്യാണെന്ന് കരുതിയില്ലല്ലോ ഞാനും വന്ന്. പാഞ്ചാലി, നിന്റെ സൗകര്യപ്രകാരം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിയിടാറില്ലേ? എന്താണ് ചേട്ടാ, എന്നെ ഡൈവോഴ്സ് ചെയ്യാനാണോ? എന്നെ ആശിപ്പിക്കല്ലേ ചേട്ടന്മാര്. അല്ല, ഇനി മുതൽ ഞങ്ങൾ ആരും നിന്റെ അടുത്ത് കോറസ് ആയിട്ട് വരില്ല. പിന്നെ അതെ, നിന്റെ റൂമിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ വരുന്നവന്റെ ചെരുപ്പ് പുറത്തുണ്ടാകും. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ചെരുപ്പില്ലല്ലോ. നിനക്ക് ചെരുപ്പില്ലെങ്കിൽ നീ നിന്റെ വണ്ടി പുറത്തിട്ടാ മതി. ഈ വണ്ടി പുറത്തിടാനൊക്കത്തില്ല. ഇത് ഈ പുറത്തിട്ട CC-കാരെടുത്തോണ്ട് പോകും. ഞാൻ മാറകട്. അതെ, ഏതായാലും നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനത്തിലെത്തിയില്ലേ, അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം.
Okay. താങ്ക് യു വെരി മച്ച്. വെൽക്കം. ബ്രദേഴ്സ് Yes. നമുക്കൊരു തെറ്റ് പറ്റി. എന്താണ് ഇത് ഇഷ്ടം? നമ്മൾ വിവാഹം ചെയ്യേണ്ട വല്ല സൂര്യനെല്ലിന്നോ വിതുരന്നോ ആവേണ്ടതായിരുന്നു. അതെന്തിനാണ്? അങ്ങനെയാണെങ്കിൽ 5 അല്ല 45 ആള് പോയാലും നോ പ്രോബ്ലം. രംഗം 3 പാതിരാത്രി വീണ്ടും പാണ്ഡവാസ് ഹൗസ്. ഇത് ഏത് ചേട്ടൻ തട്ടിയിട്ടാണോ ഈ ചെരുപ്പ്? ഓക്കെ, വെയിറ്റ് ചെയ്യാം. ചെരുപ്പ് പുറത്തിടാൻ പറഞ്ഞത് അബദ്ധമായി. ഒരു ചെരുപ്പ് പുറത്തെടുക്കണ്ടില്ലേ? എന്താ എങ്ങോട്ടാ ഇത്ര ധൃതിയില്? അല്ല എനിക്ക് അവിടെ പോയിട്ട് ഒരു അത്യാവശ്യ കാര്യണ്ടായിരുന്നു. അതേ അത്യാവശ്യ കാര്യത്തിന് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഇവിടെ സാധനം കിടക്കണം. ആരുണ്ട്? വെയിറ്റ് ചെയ്യും. നമ്മളെ കൂടാതെ പിന്നെ വേറെ ആരായിരിക്കും അകത്ത്? നമ്മൾ രണ്ടുപേരല്ല, അത് ഉറപ്പാ. ഏയ്, ഏയ്, ഏ. ട്രാഫിക് നിയമം തെറ്റിക്കണം. അങ്ങോട്ട് മാറി. ചെരുപ്പ് മേടിച്ചു, പുതിയ ചെരുപ്പാ. ചെരുപ്പ് കാലിലിട്ടോ, അവിടെ മാറിക്ക്. നീ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? പെട്ടയാനോ? അല്ല അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണനും തന്നാലായതാ. ആകണ്ട, അവിടെ ഇരുന്നോ. ചെരുപ്പ് കണ്ടിട്ട് ഭീമേട്ടന്റെ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഉണ്ടെടാ. ഹേയ്, ഭീമേട്ടൻ ഉണ്ട്. അപ്പൊ മൂത്ത ചേട്ടൻ തന്നെ ഉറപ്പ്. ആര്? സഹോദരന്മാരെ, എന്താണ് ഇവിടെ ഒരു ബഹളം? ഏ, മൂത്ത ചേട്ടൻ. നമ്മൾ 5 പേര് ഈ പഞ്ചപാണ്ഡവന്മാർ പുറത്തു നിൽക്കുമ്പോ അകത്താര്? ആര്? ആര്? എനിക്കറിയാം. ആര്? ആറാമതൊരാൾ. എടീ, പഞ്ചപാണ്ഡവന്മാരൻ തഞ്ചത്തി കയറി വഞ്ചന കാലിച്ച പാഞ്ചാലി വഞ്ചിക്ക് ഇറങ്ങി വാടി. ഇറങ്ങി വാടി. ഇവിടെ വാടി. വഞ്ചകി. പുരുഷന്മാരെ, എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം നിങ്ങൾക്ക് ആർക്കും തണ്ണി ചോരയില്ലേ? തല്ലിക്കൊല്ല കണ്ണി ചോര വേണോ സിസ്റ്റർ? Wife. യെസ് വൈഫ്. പറയണേ, ആരടി? ഈ പഞ്ചപാണ്ഡവർക്ക് മാത്രം അവകാശമുള്ളപ്പോ ഈ ചെരുപ്പ് ആരുടെ? ആരടി? ചെരുപ്പാരുടെ പറയണേ. Stop! ഇതിന് ഒരു അവസരം കൊടുക്കടപ്പാ. ആരടി? പറയണേ, ചെരുപ്പിന്റെ ഓണർ ആരടി? പറ. ഞങ്ങൾ ആരാണ് 5 ഈ പേരും ഓണർ? അല്ലാതെ ഈ ചെരുപ്പിന്റെ ഓണർ ആരടി? ഈ ചെരുപ്പിന്റെ ഓണറോ? ആ. മുടിഞ്ഞവന്മാരെ, നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ ശല്യം കാരണം ഒരു 10 മിനിറ്റ് റെസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കാശ് മുടക്കി വാങ്ങിച്ചു വെച്ചതാ ഈ ചെരുപ്പ്. നിങ്ങവിടെ ബാലയും കളിച്ചോണ്ടിരുന്ന അവിടെ മലയാറ്റു പള്ളിയിൽ കൊടികേറി. ആരുടെ മേത്ത്? ദേഹത്തല്ല, പള്ളി പെരുന്നാളാണ് അവിടെ കൊടികേറി. ആടാ. ആമ്പിള്ളേര് തെണ്ടിക്കൊണ്ടിരിക്കുക, നമ്മക്ക് തെണ്ടണ്ടേ? ഒരു 10 രൂപ തരുമോ തല മുന്നിലിരിക്കണ സാറേ? ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാനുള്ള തുട്ട് കൊടുക്കുമോ സാറേ? ഒരു 10 രൂപ തരുമോ